സത്യവും മാർ ആൻഡ്രൂസ് താഴ്ത്തും. ചരിത്രത്തിൽ നിന്നും നാം പഠിക്കുന്ന ഏറ്റവും വലിയ സത്യം ചരിത്രത്തിൽ നിന്നും നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണ്. എന്തായിരുന്നു കൂനൻ കുരിശ് സത്യം? വിദേശ മെത്രാന്മാരോടുള്ള മാർത്തോമ ക്രിസ്ത്യാനികളുടെ എതിർപ്പ് പ്രകടമാക്കിയ സംഭവങ്ങളിൽ ഒന്ന് മാത്രമാണ് കൂനൻ കുരിശ് സത്യം. തങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്നോ മാർപ്പാപ്പയിൽ നിന്നോ വേർപെട്ടു പോകുന്നുവെന്ന പ്രതിജ്ഞ ആയിരുന്നില്ല ഇത്. സമ്പാളൂർ പാതിരിമാരെ ഈശോ സഭാ വൈദികരെ സ്വീകരിക്കില്ല എന്നതായിരുന്നു പ്രധാന പ്രമേയം. ലത്തീൻ ഭരണക്രമവും ആരാധനക്രമവും മാർത്തോമ ക്രിസ്ത്യാനികളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനുള്ള വിദേശ മിഷണറിമാരുടെ, പ്രത്യേകിച്ച് ഈശോ സഭാ മെത്രാന്മാരുടെ നടപടികൾക്കെതിരായാണ് മാർത്തോമ ക്രിസ്ത്യാനികൾ ഈ പ്രതിജ്ഞ നടത്തിയത്. വിദേശ മിഷണറിമാരുടെ ഭരണം തങ്ങളുടെ പാരമ്പര്യങ്ങളോടും ആചാര അനുഷ്ഠാനങ്ങളോടും ചേർന്നു പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ മാർത്തോമ ക്രിസ്ത്യാനികൾ ആർച്ച് ഡീക്കന്റെ നേതൃത്വത്തിൽ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ആഗ്രഹിച്ചു എന്നതും സത്യമാണ്. അന്ന് അവർ ആഗ്രഹിച്ചത് നൂറ്റാണ്ടുകൾക്ക് ശേഷം റോം അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ഇന്നത്തെ സീറോ മലബാർ സഭ ഉണ്ടായത്. പിന്നെ എങ്ങനെയാണ് മാർത്തോമ ക്രിസ്ത്യാനികൾക്കിടയിൽ വിഭജനമുണ്ടായത്? കത്തോലിക്ക സഭയിൽ നിന്നും അകന്നു പോയതോ അകറ്റിയതോ? കൂനൻ കുരിശ് സത്യം മാർപ്പാപ്പയ്ക്ക് എതിരെ ആയിരുന്നില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെടുവാൻ അവർ ആഗ്രഹിച്ചിരുന്നുമില്ല. സഭയുടെ ഭരണതലവനായ ആർച്ച് ഡീക്കന്റെ നേതൃത്വത്തിലാണ് തുടർന്നുള്ള സംഭവങ്ങൾ അരങ്ങേറിയതും തനതായ ഒരു സ്വയംഭരണ സഭ രൂപപ്പെടുന്നതും. ഇത് സഭയിലെ ഒരു വിഭാഗത്തിന്റെ വിഘടന ശ്രമമോ വിമതര പ്രവർത്തനമോ ആയിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് വിഭജനം ഉണ്ടായത്? കൂനൻ കുരിശ് സത്യം ഒരു വിമത പ്രവർത്തനമാണെന്ന് റോം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നത് സത്യമാണ്. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം മാർത്തോമ ക്രിസ്ത്യാനികൾക്കുണ്ടായ പ്രതിഷേധം ശമിപ്പിക്കുവാൻ അന്നത്തെ മെത്രാനായിരുന്ന ഫ്രാൻസിസ് ഗാർഷ്യ ഒന്നും ചെയ്തുമില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കാരണം മാർത്തോമ ക്രിസ്ത്യാനികൾ അത്രമാത്രം ഗാർഷ്യയെ വെറുത്തിരുന്നു. കൂനൻ കുരിശ് സത്യത്തിന് തന്നെ പെട്ടെന്നുണ്ടായ കാരണമായ മാർ അഹത്തള്ളയുടേതെന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട എഴുത്തും മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് പല തെറ്റായ ധാരണകളും നൽകുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നതിന്റെ കാരണം ഈ നാളുകളിൽ സീറോ മലബാർ സഭയിലുണ്ടായ ആരാധനക്രമ പ്രതിസന്ധികളും എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് റോമിന് നൽകിയ റിപ്പോർട്ടുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ പ്രതിഷേധങ്ങൾ ഒരിക്കലും റോമിനെതിരായിരുന്നില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട ഒരു അകത്തോലിക്ക സഭാ കൂട്ടായ്മയായി മാറുവാൻ ഒരിക്കലും അവർ ആഗ്രഹിച്ചിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങളുടെ പൂർവികർ ആവശ്യപ്പെട്ടതുപോലെ തങ്ങളുടെ പാരമ്പര്യവും രീതികളും തുടരുവാൻ റോം അനുവദിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ മാർ ആൻഡ്രൂസ് താഴത്ത് റോമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നൽകിയത്. അദ്ദേഹം റോമിന് നൽകിയ റിപ്പോർട്ട് ഇന്ന് മാധ്യമങ്ങളിൽ ലഭ്യമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത അകത്തോലിക്ക സഭാ നേതൃത്വവുമായി ചർച്ചകൾ ആരംഭിച്ചുവെന്നും സഭാവിരോധികളായ അന്യമതസ്ഥരിൽ നിന്ന് പണം വാങ്ങിയാണ് വിമത പ്രവർത്തനം നടത്തുന്നതെന്നുമാണ് അദ്ദേഹം എഴുതി മാർപ്പാപ്പയെയും റോമിലെ സഭാ അധികാരികളെയും യാതൊരു തെളിവുകളും കൂടാതെ എഴുതി അറിയിച്ചത്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടായിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെ സഭാ കൂട്ടായ്മയിൽ നിന്നകറ്റുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ സംശയമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. മാർ ആൻഡ്രൂസിന്റെ റിപ്പോർട്ട് റോം പൂർണ്ണമായും സ്വീകരിച്ചിരുന്നെങ്കിൽ ഭാഗ്യവശാൽ സീറോ മലബാർ സഭയിലെ ആരാധനക്രമ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുവാൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനും അഡ്മിനിസ്ട്രേറ്റർക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ അഭിമന്യ ഗാർഷ്യ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ റിപ്പോർട്ട് സഭയിൽ ഉണ്ടാക്കാമായിരുന്ന ഗുരുതര പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. സഭയിൽ ഒരു വിഭജനം ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റൊരു കൂനൻ കുരിശ് ഉണ്ടാകുമായിരുന്നില്ലേ? റോമിന് രഹസ്യമായി സമർപ്പിച്ച റിപ്പോർട്ട് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്ന് തന്നെ ചോർന്നതുകൊണ്ട് നമുക്ക് അദ്ദേഹം സമർപ്പിച്ച അസത്യങ്ങൾ ചർച്ച ചെയ്യാനാകുന്നു എന്നതും ഭാഗ്യം. നന്ദി.